ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറിച്ചതാണ്. അതായത് നമ്മൾ നേരത്തെ നഴ്സറി ആയിരുന്നു അവിടെ. അപ്പോൾ നഴ്സറിയിൽ അവർ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരത് നിർത്തിപ്പോയി. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു മീനിൻ്റെ കടയാണ്, തട്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ മിക്കവാറും പറിക്കും അവിടുന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പറിച്ചതാണ്. അപ്പോൾ ആ ചേട്ടനെ സഹായിച്ചു പറിക്കാനായിട്ട്. അപ്പം നമുക്കിതുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് കഴുകി എടുക്കണം. നമുക്ക് ആറ്റിലിറങ്ങി കഴുകാം. ഇറങ്ങട്ടെ ആറ്റി എന്താ നിൽക്കേ ശുഭം. ഓ അമ്മ ഷേപ്പ് കാണിച്ചു കൊടുക്കമ്മ. ആ മുറിച്ചതിൻ്റെ അടുത്ത ഷേപ്പ് കാണിക്കും. ഓ അവിടെ നനയ്ക്കണ്ടായിരുന്നു. നൈസ്. നമുക്ക് നോക്കാം. ഇല്ലേ ഗോപിനെ വിളിച്ചൊന്നും തരാനാണ്. എന്ത് തരാൻ? ഇത് അത് തരാം തരാം തരാമിടോ, തനിക്ക് തരാമിടോ. എടാ അരിഞ്ഞു മാറ്റോ. ആ സാരമില്ല എൻ്റെ പൊന്നമ്മ. പിന്നെ എനിക്കും കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ പോരാച്ചാമ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. ആരും പറിക്കത്തില്ലെന്ന് അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ആ ചേട്ടന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു. ആ ചേട്ടൻ അതിൻ്റെ ആ ബോക്സിന് പുറത്ത് കയറുന്ന പറിച്ചതാണ്. നമുക്കിപ്പോൾ ഇത്രയും മതി. നമുക്ക് മുളകിലിട്ട് എല്ലാവരുടെ എക്സ്പ്രഷൻ അല്ലേ. മരമുണ്ട്. ഞാനത് മേടിക്കാതിരിക്കാൻ ചാടി വെളിയിൽ ചെന്നപ്പോണ്ട് എനിക്കൊന്നും ആദ്യമായിപ്പോയെ. അച്ഛനെ വിളിച്ച് അച്ഛൻ കുട്ടമ്മൻ്റെ ബനിയനും കൊണ്ട് ഇങ്ങനെ പതുക്കെ കേറാൻ പറഞ്ഞത് അത് കേറണി. കൊള്ളാല്ലേ ദേവു? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരാൾ വന്നില്ല. അമ്മയായോ? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ? വിനോ
അല്ല കറക്റ്റാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കറക്റ്റ് 5 ഇതുകൊണ്ട്. അമ്മ ഞങ്ങള് ഗോപുവിനെ വിളിക്കുന്ന എന്താന്നറിയാവോ? നീയൊക്കെ ഗോപകുമാരാന്ന്. നീയ എന്റെ കൂട്ടുകാരി. പാവത്താൻ. ആര്? എന്റെ മോൻ പാവത്താൻ. ഓ ഭയങ്കര പാവം. നമുക്ക് ഇത്രയും മതി. ആ ബാക്കി നമുക്ക് ചെയ്യാം. മുളക് പൊടി ഇങ്ങനെ കാണിക്കാം. ഇതൊരു എലിക്കുഞ്ഞ് വരുന്നല്ലോ. എലിക്കുഞ്ഞല്ലത്, തത്തക്കുഞ്ഞ. അല്ല, മനുഷ്യക്കുഞ്ഞാ വരുന്നത്. ഓ മനുഷ്യക്കുഞ്ഞ്. അയിനോ അമ്മയുടെ മോനെന്ന മനുഷ്യക്കുഞ്ഞ്. അല്ല, മോളെന്ന മനുഷ്യ. ഓ മോളല്ല, മോൾ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് ചോദിച്ചു വെച്ച്. ഓ അത് അയിനോ. ഓക്കെ. എന്റെ മിക്സി സ്റ്റാർ ഫ്രൂട്ട് ഗൈസ്. ഇല്ല ഇന്നലെ നീയാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത്. പറ്റത്തില്ല. എന്തോന്നിത്? കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. കറക്റ്റ് എരിവ് കൂടിപ്പോയി. മുഖം ഇങ്ങോട്ട് കാണിച്ചേ, കണ്ണ് തുറന്നാ നോക്കട്ടെ. ആ കണ്ണ് നിറയുന്നുണ്ട്. എടാ ഞങ്ങൾക്കും വേണമേ. ഇങ്ങോട്ട് കാണിച്ചേ, കണ്ണ് തുറന്നാ നോക്കട്ടെ. അതൊന്നും കഴിച്ചാൽ കണ്ണ് നിറയത്തില്ല. അത് ചോറ് കഴിച്ചിട്ട് വെച്ച് അങ്ങനെ മീൻകറി കൂട്ടുമ്പോഴേ. അധികം പുളിയില്ല. എരിവുണ്ട്. കണ്ണൊന്നും നിറഞ്ഞില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ഇരുമ്പമ്പുളി പോലല്ല. ചെറിയ മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ടല്ലോ. ഇതേ വിളവിൻ്റെ അത് കഴിഞ്ഞതാ. എന്റെ മുന്നേ ഗോപു സീനാണ് ഗൈസ്. ഇന്നലത്തെ പോലെ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഗൈസ്. അച്ചാറിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്മ? അച്ചാറിനല്ല, ഇതിന് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചാറിട്ട്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ഇത് എല്ലാം അരിഞ്ഞ് ഞാൻ ഇത്രയും മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉപ്പിലിട്ട് വയ്ക്കാം. അമ്മേ കാന്താരി ഉണ്ടോ അമ്മേ? ആ
നമ്മുടെ വീട്ടിലെ ഇതിൽ നിന്ന് പറിച്ച് വെച്ചിരുന്നതാണ്. അവിടെ നമുക്ക് നോക്കാം കുറച്ചുകൂടി കടകളെല്ലാം ചേർത്ത്. അപ്പോൾ നമുക്ക് ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. നമുക്ക് ഈ ടിന്ന് രണ്ടും അപ്പോൾ നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. നമ്മൾ ഇതിൽ കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തണുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാം. ഇതായി. നമുക്കിത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ് എല്ലാം ഇതിലൂടെയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനടുത്ത് അച്ചാർ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ടതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അച്ചാറിടാം. ഇത് ഉപ്പിലിട്ടതായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തീർന്നപ്പോഴാണ് ഇത് വീണ്ടും പറിച്ചത്. പിന്നെ ഒരു 1-2 ആഴ്ചത്തേക്ക് ഇത് കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. നമ്മൾ വീണ്ടും വരാം വേറൊരു വീഡിയോയുമായിട്ട്. ഓക്കെ, ബൈ.